ചൂടിത പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ കത്തിപ്പടരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഡീൽ ആരോപണം തന്നെയാണ്. BJP CPM ഡീൽ ആരോപണത്തിൽ ഇന്നും കോൺഗ്രസ് CPM നേതാക്കൾ വാക്പോര് തുടരുന്നതാണ് കണ്ടത്. 2020 മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും സ്ഥലങ്ങളും നോക്കിയാൽ ഡീൽ മനസ്സിലാകുമെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചത്. അതിനിടെ ഡീൽ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. RSS നേതാവ് MS ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ സതീശൻ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അന്ന് ആ ചടങ്ങിൽ പോയത് ഏത് ഡീലിന്റെ ഭാഗമായാണെന്ന് സതീശൻ വ്യക്തമാക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഡീൽ ആരോപണം നനഞ്ഞ പടക്കമാണെന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മറുപടി. ഡീൽ ആരോപണം പച്ചക്കള്ളമാണെന്നും MA ബേബി പറഞ്ഞു. നമുക്ക് ആദ്യം ഇന്ന് നേതാക്കളുടെ പ്രതികരണം കേൾക്കാം. 2020 എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് 18ഓളം സീറ്റുകൾ കൊടുത്തു NDA മുന്നണിയിൽ. അവർ മത്സരിക്കുന്ന സീറ്റുകളും അവരുടെ സ്ഥാനാർത്ഥികളും എടുത്തു നോക്കണം. അവർക്ക് ജയസാധ്യതയുണ്ടെന്ന് അവർ വിചാരിക്കുന്ന സീറ്റുകളിൽ പോലും അവർ സീറ്റ് എടുക്കാതെ മറ്റു കക്ഷികൾ കൊടുത്തിരിക്കുകയാണ്, അവിടെ പ്രസക്തമല്ലാത്ത കക്ഷികൾക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? PMC എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒപ്പിട്ടത്? ലേബർ കോഡ് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ആദ്യം അതിന്റെ കരട് അംഗീകരിക്കാൻ എന്തിനാ കേരള ഗവൺമെന്റ് തയ്യാറായത്? കേന്ദ്ര ഏജൻസികൾ കുട്ടികോശി അന്വേഷിക്കുന്ന ഒരു അന്വേഷണവും നടക്കുന്നില്ലല്ലോ കേരളത്തിൽ. അപ്പോൾ ഇതൊരു ഒത്തുകളിയാണ്, പരസ്പരം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളി. അത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഡീല് ആവർത്തിച്ചു എന്നുള്ള സത്യമാണ്. BJP CPIM ഡീൽ മുമ്പൊരു ഘട്ടത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. അന്നതൊരു നനഞ്ഞ പടക്കം പോലെ പൊട്ടിപ്പോയി. കേരളത്തിൽ വന്നിട്ട് പച്ചക്കള്ളം CPIM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്നുള്ള പച്ചക്കള്ളം ഇത്ര ഉന്നതന്മാരായ നേതാക്കന്മാർ പറയാൻ പാടുണ്ടോ? അപ്പോൾ ഇതാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജുൻ ഖാർഗെയും അവരുടെ ഉന്നതമായ നേതൃത്വ പദവിയും സ്ഥാനവും അതിനനുസരിച്ചല്ലേ ഇത്ര ഉന്നതമായൊരു നേതൃത്വത്തിലുള്ളവർ ഞങ്ങൾ ഉന്നത നേതാക്കന്മാരാണെന്ന് ഓർത്തുകൊണ്ടല്ലേ സംസാരിക്കേണ്ടിയിരുന്നത്. റോഷിപ്പാലും റഹീസ് റഷീദുമാണ് ചേരുന്നത്. റോഷിപ്പാലിലേക്ക് പോയ റോഷിപ്പാൽ, ഈ പ്രചാരണ ചൂട് ഇങ്ങനെ കത്തുമ്പോൾ അതിൽ ഡീൽ ആരോപണമാണ് ഇന്നും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. മറുഭാഗത്ത് മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കുന്നത് പഴയ കോലിബി സഖ്യം ആരോപിച്ചുകൊണ്ട്, ഒപ്പം VD സതീശനെതിരെയായാലും പഴയ ആരോപണം പൊക്കിക്കൊണ്ടുവന്നാണ്. വനിത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഡീൽ ആരോപണം അത് ശക്തിപ്പെടുന്നത്. UDF തുടക്കം മുതൽ തന്നെ BJP CPM ബാന്ധവ ആരോപണം ഉന്നയിച്ചതാണ്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമാകുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് UDF-ന് അനുകൂലമായിട്ടുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആ സമാനമായ സാഹചര്യം തുടരുക, അതിന് BJP-യും CPM-ഉം തമ്മിലുള്ള ബന്ധം അത് ജനങ്ങൾക്കിടയിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണം, പ്രചരിപ്പിക്കണം എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഡീൽ വിവാദം ഉയർത്തിക്കൊണ്ടുവരികയാണ്. 10 മണ്ഡലങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം ആരോപിച്ചെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ഈ ആരോപണം ഉയരുകയാണ്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവും തിരുവനന്തപുരം മണ്ഡലമടക്കം KM മുരളീധരൻ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോ ജില്ലയിലെയും ഓരോ മണ്ഡലങ്ങൾ അങ്ങനെ ധാരണയുണ്ടെന്ന് കോൺഗ്രസും UDF നേതാക്കളും ഉന്നയിക്കുമ്പോൾ, ആരോപണമായി ഉയർത്തുമ്പോഴാണ് അവിടെ പ്രതിരോധം തീർക്കാൻ വേണ്ടി CPM-ഉം മുഖ്യമന്ത്രിയും ഇറങ്ങുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ സാധ്യതയുള്ള വിഷയം ഇത് BJP ബാന്ധവമാണ്. UDF ഉന്നയിക്കുന്നത് CPM-ഉം BJP-യും തമ്മിൽ ബാന്ധവമുണ്ടെന്നാണെങ്കിൽ, നേരെ മറിച്ച് കോലിബി സഖ്യമടക്കം ഓർമ്മിപ്പിച്ച ആക്ഷേപം കടുപ്പിക്കാൻ, പ്രതിരോധിക്കാൻ വേണ്ടി CPM-ഉം ശ്രമിക്കുന്നുണ്ട്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ശബരിമലയടക്കമുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ചയാകുന്നില്ല എന്നത് സർക്കാരിന് ആശ്വാസം കൂടിയാണ്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആരോപണങ്ങൾ പ്രതിരോധം തീർക്കുമ്പോൾ അവിടെ UDF-നെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പുതിയ വിഷയങ്ങൾ കൊണ്ടുവരാൻ ഏതായാലും CPM ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനീത.